ഇടുക്കി പൂപ്പാറയിൽ കാട്ടാന ആക്രമണത്തിൽ തോട്ടം തൊഴിലാളി മരിച്ചു. തലകുളം എസ്റ്റേറ്റിലാണ് സംഭവം. പ്രദേശത്ത് രാവിലെ മുതൽ കാട്ടാനക്കൂട്ടം തമ്പടിച്ചിരുന്നു. തമിഴ്നാട് സ്വദേശിയായ തോട്ടം തൊഴിലാളിയാണ് മരിച്ചത്. ഇതുകൂടാതെ മൂന്നാർ ടൗണിലും വീണ്ടും കാട്ടാന ഇറങ്ങി കൃഷികൾ നശിപ്പിച്ചിട്ടുണ്ട്. RRT സംഘം എത്തിയാണ് ആനയെ തുരത്തിയത്. സുബിൻ തോമസ് ആണ് വിവരങ്ങൾ നൽകുന്നത്. സുബിൻ, ഈ ഒരാൾ മരിച്ചത് കൂടാതെ ഇപ്പോൾ വീണ്ടും മൂന്നാർ ടൗണിൽ ഉൾപ്പെടെ കാട്ടാന ഇറങ്ങി പ്രകോപനം സൃഷ്ടിക്കുകയാണോ? അവിടുത്തെ സാഹചര്യം എന്താണ്? എന്തായാലും ഇന്ന് 11 മണിയോടുകൂടിയാണ് ഇത്തരത്തിൽ കാട്ടാനയുടെ ആക്രമണത്തിൽ ഒരാൾ മരിക്കുന്നത്. പൂപ്പാറയിലാണ് ഈ സംഭവം നടക്കുന്നത്. പൂപ്പാറയിൽ മകളുടെ എസ്റ്റേറ്റിൽ മകളുടെ തോട്ടത്തിന് മേൽനോട്ടം നൽകിയിരുന്ന ബോഡിനായ്ക്കന്നൂർ സ്വദേശി ഒച്ചുതേവരാണ് മരിച്ചത്. അയാൾക്ക് 65 വയസ്സാണ്. ഇത്തരത്തിൽ രാവിലെ ഈ പ്രദേശത്തുള്ള നല്ല അതിശക്തമായ മഞ്ഞുണ്ടായിരുന്നു. ഇത് ഈ തോട്ടത്തിൽ ഈ ആന നിൽക്കുന്നത് ഇയാൾ കണ്ടിരുന്നില്ല. ഈ തോട്ടത്തിലേക്ക് ഇറങ്ങുന്ന വഴി ആനയുടെ മുമ്പിൽ പെടുകയായിരുന്നു. തുടർന്ന് ആന ഇദ്ദേഹത്തിന്റെ ശരീരത്തിൽ ചവിട്ടുകയും ഗുരുതരമായി പരിക്കേൽപ്പിക്കുകയും ചെയ്തു. തുടർന്ന് ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുന്ന വഴിയാണ് ഒച്ചുതേവർ മരിക്കുന്നത്. കൃത്യമായി മുന്നറിയിപ്പ് നൽകി RRT സംഘം മുന്നറിയിപ്പ് നൽകിയിരുന്നു. ഇത്തരത്തിൽ തലനാട് തോട്ടം മേഖല കേന്ദ്രീകരിച്ച് കാട്ടാനക്കൂട്ടം നിലയുറപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തോട്ടം തൊഴിലാളികൾ ജാഗ്രത പാലിക്കണം, തോട്ടത്തിലേക്ക് പോകരുത് എന്നൊരു നിർദ്ദേശം നൽകിയിരുന്നു. പക്ഷേ ഇത് മറികടന്നുകൊണ്ടാണ്, അല്ലെങ്കിൽ ഇത് കേൾക്കാതെയാണ് ഈ ഒച്ചുതേവർ അവിടേക്ക് പോയത് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും കാട്ടാനയുടെ ആക്രമണത്തിൽ ഇയാൾ കൊല്ലപ്പെട്ടു. ശബ്ദം കേട്ട്, ആനയുടെ ശബ്ദം കേട്ട് ഓടിക്കൂടിയ നാട്ടുകാരാണ് ഉടൻ തന്നെ ഈ രാജാക്കാടുള്ള ആശുപത്രിയിലേക്ക് മാറ്റിയത്. നിലവിൽ ഒച്ചുതേവരുടെ മൃതദേഹം തേനി മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. മൂന്നാർ മേഖലയിലും കാട്ടാനശല്യം രൂക്ഷമാകുന്ന ഒരു സാഹചര്യമാണ്. ഇന്ന് പുലർച്ചയോടുകൂടിയാണ് മൂന്നാർ മേഖലയിൽ സെന്റ് മാർട്ടിൻ പള്ളിക്ക് സമീപത്തേക്ക് ഈ കാട്ടാന എത്തുന്നത്. വിരികൊമ്പൻ എന്നു വിളിപ്പേരുള്ള കാട്ടാനയാണ് എത്തിയത് എന്നുള്ളതാണ് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ നൽകുന്ന വിവരം. ഈ മേഖലയിൽ കാട്ടാന എത്തുകയും ഈ പ്രദേശത്തെ വ്യാപകമായി കൃഷി നശിപ്പിക്കുകയും ചെയ്തു. ആനയുടെ മുന്നിൽപ്പെട്ട ഒരാൾ തലനാരിലേക്കാണ് രക്ഷപ്പെട്ടത്. തുടർന്ന് നാട്ടുകാരെത്തി ആനയെ റോഡിൽ നിന്ന് ഉൾപ്പെടെ ശബ്ദം ഉണ്ടാക്കി മാറ്റി. അതിനുശേഷം വനംവകുപ്പ് ഉദ്യോഗസ്ഥരെ വിവരം അറിയിക്കുകയായിരുന്നു. RRT സംഘം എത്തി ആനയെ നിലവിൽ ഈ സമീപത്തെ ചോലവനത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. എപ്പോൾ വേണമെങ്കിലും ആന തിരികെ വരാനുള്ള ഒരു സാഹചര്യം ഉള്ളതുകൊണ്ട് മൂന്നാർ മേഖലയിലും നിരീക്ഷണം ശക്തമാക്കിയിരിക്കുകയാണ്. മൂന്നാർ ടൗണിൽ ഉൾപ്പെടെ കാട്ടാന ഇറങ്ങി കൃഷിനാശം വരുത്തിയിരിക്കുകയാണ്. കൂടാതെ ഇന്ന് കാട്ടാനയുടെ ആക്രമണത്തിൽ മറ്റൊരു മരണവും ആ ജില്ലയിൽ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്.